നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് നാളെ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് കളിക്കുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് ഈ മത്സരം. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ അവരുടെ കോച്ച് സാബി അലോൺസോ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്യുമോ, സാക്ക് ചെയ്യപ്പെടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചർച്ചകളും തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ടീമിൽ പ്രശ്നങ്ങളുണ്ടോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കേണ്ടത്. അതോടൊപ്പം ഇപ്പോൾ അദ്ദേഹം മുൻ ലിവർപൂൾ താരം കൂടിയാണ്. റയലിലും കളിച്ചിട്ട് ലിവർപൂളിൽ കളിച്ചിട്ട് അങ്ങനെയുള്ള ആളാണല്ലോ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, സലായെ ലിവർപൂൾ ചെയ്ത് കണ്ടില്ലേ, പുറത്തിരുത്തിയില്ലേ? അതുപോലെ വിനി അന്ന് എൽ ക്ലാസിക്കോയിൽ പൊട്ടിത്തെറിച്ചപ്പോൾ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നില്ലേ, അങ്ങനെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ഇത് ഈ ചോദ്യത്തിന് മറ്റൊരു കാരണം കൊണ്ട് ഇന്നലെ ഒരു കാര്യം പുറത്തു വന്നിരുന്നു. വിനി ജൂനിയർ അന്ന് പൊട്ടിത്തെറിച്ച് കയറി പോയപ്പോൾ സാബി അലോൺസോ വിനിയോട് സംസാരിക്കാൻ എതിർ മിലിറ്റാവോയെ പറഞ്ഞു വിട്ടു എന്ന്. അതായത് അത് കഴിഞ്ഞിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഘട്ടമാണ്. അപ്പോഴാണ് അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നാളത്തെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇതൊരു ബിഗ് ഡേ ആണ് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ഇത് ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരമല്ലേ, അപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ഫാൻസിന് അറിയാം ഏത് തരത്തിലുള്ള ഒരു ദിവസമാണത് എന്ന്. പിന്നെ സെൽറ്റിക്കെതിരെയുള്ള മത്സരശേഷം എല്ലായ്പ്പോഴും എന്ന പോലെ ഞങ്ങൾ എവിടെയാ പാളിയത് എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് സിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ്. ഇത് ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ്. ആ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ സെൽറ്റ ഗെയിമിന് ശേഷം എനിക്ക് ക്ലബിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ഉള്ളത്, അല്ലാതെ ഞാൻ വേറെ ക്ലബ്ബ് വേറെ എന്ന രൂപത്തിലല്ല. പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ടോ, ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചാണുള്ളതെന്നേ. ഇതിൽ ആർക്കും വ്യത്യാസമില്ല, ആരും എക്സെപ്റ്റഡ് അല്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്. കൂടുതൽ എനർജി ഇപ്പം ബെർണാബ്യൂ ക്രൗഡുമായിട്ട് കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് പുറത്തെടുക്കേണ്ടതുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സിറ്റിയെ തോൽപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഞാൻ ഭാവിയിൽ ലിവർപൂളിൽ പോകുമെന്നാണ് നിങ്ങളെ ചോദ്യമെങ്കിൽ, റൈറ്റ് നൗ ഞാനിപ്പോൾ ഇവിടെ അല്ല ഉള്ളത്. ഞാൻ ഇവിടെ എത്താൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ലിവർപൂള് സലായെ പുറത്തിരുത്തി കണ്ടില്ലേ, അത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? വിനിയുടെ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? വിനിയെ വ്യത്യസ്തമായ രൂപത്തിൽ അപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ സാബി അലോൺസോയുടെ മറുപടി, ദാറ്റ്സ് ഹൗ ദേ മാനേജ് തിങ്സ് ദെയർ. അവിടെ അവരങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, റയൽ മാഡ്രിഡിൽ കോച്ചാവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇവിടെ ഒരു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നു അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെ അഡാപ്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. എനിക്ക് റയൽ മാഡ്രിഡ് നന്നായിട്ട് അറിയാം. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കുക, അഡാപ്റ്റഡ് ആവുക. ഇപ്പോൾ നല്ല ദിവസങ്ങളുണ്ടാവും, മോശം ദിവസങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഓരോ മത്സരത്തിന് ശേഷവും മുന്നോട്ട് കാൽവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് ടേൺ അറൗണ്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ സാബി അലോൺസോ പറയുന്നത്. ഏതായാലും നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട് താരങ്ങളുടെ കാര്യത്തിൽ വരുന്നത് ഇത്തിരി ആശങ്കാജനകമായിട്ടുള്ള വിവരങ്ങളാണ്. അതായത് കിലിയൻ എംബാപ്പയും എഡ്വാർഡ് കമവിംഗയും ഇപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എംബാപ്പ ഡൗട്ട്ഫുൾ ആണ് എന്ന റിപ്പോർട്ട് വരുന്നു. അദ്ദേഹത്തിന് തൈ ഡിസ്കംഫേർട്ട് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ കമവിംഗ കളിക്കില്ല എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എംബാപ്പയുടെ കാര്യത്തിൽ മസിൽ ഡിസ്കംഫേർട്ടാണ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിനുള്ളത്. അപ്പോൾ എംബാപ്പെ ഡൗട്ട്ഫുൾ ആണ്, കമവിംഗ പുറത്താവും എന്ന് പറയുന്നു. ഡീൻ ഹൂയിസിന് എതിർ മിലിറ്റാവോ, ഡേവിഡ് അലേബ, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, ഫെർലാൻ മെൻഡി, ഡാനി കർവാഹൽ എന്നിവർ ഓൾറെഡി പുറത്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും സാബി അലോൺസോ കാര്യങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുള്ള റൂഡിഗറും ബെല്ലിംഗാമും വാൽവർദയും അവർക്ക് മൈൽഡ് ഡിസ്കംഫർട്ടുകളുണ്ട്, പക്ഷേ അവർ സിറ്റിക്കെതിരെ കളിക്കുമെന്ന് പറയും. എന്തായാലും അധികം വൈകാതെ സ്ക്വാഡ് പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.